തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല എന്നല്ലേ? ഞാൻ കണ്ടതിൽ വെച്ച് തീയിൽ കുരുത്തവനാണ് ശംഭു. 4ഓളം തവണ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് അവൻ പിടിച്ചു കയറി വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ സമയവും അവൻ കൂട്ടിലായിരുന്നു. കാരണം അവന്റെ കുസൃതി കൊണ്ട് തന്നെയാണ് കേട്ടോ. എപ്പോഴാണ് കൂർത്ത ആ പല്ലുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത സ്നേഹം അവൻ കയ്യിലേക്ക് പകരുക എന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ മാത്രമാണ് അവനെ കൈകളിലെടുത്ത് കൊഞ്ചിക്കാറുള്ളത്. ഒരിക്കൽ കരിക്കുട്ടൻ കൂട് തള്ളി താഴെയിട്ട് ഈ വീട് മുഴുവൻ അവനെ തട്ടിക്കളിച്ചതാണ്. അന്ന് അവന്റെ 2 പല്ലും പോയിരുന്നു. തലമുറകളായി ക്രോസ് ബീഡ് ചെയ്യിച്ചത് കൊണ്ട് തന്നെ എടുത്തു പെരുമാറുന്നത് ഒരു പൂച്ചയാണെന്നും അതവന്റെ വർഗശത്രുവാണെന്നും തിരിച്ചറിയാൻ പാവത്തിനന്ന് കഴിഞ്ഞില്ല. ആ കഴിവില്ലായ്മയാണ് അന്ന് അവന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നതെന്ന് ജേക്കബ് ഡോക്ടർ പിന്നീട് പറഞ്ഞിരുന്നു. പിന്നീടും പലവട്ടം ശംഭുവിന്റെ കൂട് താഴെ വീണിട്ടുണ്ട്. ഒരു വലിയ ശബ്ദം കേട്ടാൽ തന്നെ മരിച്ചു പോകാൻ സാധ്യതയുള്ള ഹാംസ്റ്റർ കുടുംബത്തിലെ ഈ കുഞ്ഞൻ പക്ഷേ എല്ലാത്തിനെയും നേരിട്ടു. കഴിഞ്ഞ ദിവസം ഒട്ടും വയ്യാതെ വന്നപ്പോൾ ഞാൻ തന്നെയാണ് ഡോക്ടറെ വിളിച്ച് അവനെ കൊണ്ടുപോയി കാണിച്ചത്. ഡീഹൈഡ്രേഷൻ ആണെന്നും നേരിട്ട് വെള്ളമോ ഭക്ഷണമോ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ വഴി അത് നൽകാമെന്നും രക്ഷപ്പെടുമെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ എന്നും ഡോക്ടർ പറഞ്ഞു. അവൻ എപ്പോഴത്തെയും പോലെ തിരിച്ചു കയറി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ 2 വർഷത്തോളമായില്ലേ പ്രായം. അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ അവന് വേണ്ടി ഒരു ചെടി വാങ്ങി വെച്ചിരുന്നു. മണ്ണില്ലാത്തത് കൊണ്ട് കയ്യിലൊതുങ്ങുന്ന ഈ ഭൂമിയിൽ ശിഷ്ടകാലം അവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അന്ന് രാത്രി 12 മണിയോടുകൂടി അവൻ ഞങ്ങളെ വിട്ടുപോയി. ഇനി ഈ ചെടിച്ചട്ടിയിൽ അവനുണ്ട്. അവന്റെ കൂടിരുന്ന അതേ സ്ഥലത്ത് തന്നെ അത് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുമുണ്ട്. ഈ മണ്ണിലൂടെ, ഈ ചെടിയുടെ വേരിലൂടെ എന്നും ഇനി ഞങ്ങൾ ശംഭുവിനെ കാണും, സംസാരിക്കും. മരിച്ചവർ പുനർജനിക്കുന്നത് വേരുകളിലൂടെയും പൂക്കളിലൂടെയുമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു.